നമസ്കാരം. ഞങ്ങൾ ഒരു ദിവസം, അങ്ങനെ ഏതെങ്കിലും ഒരു ദിവസമല്ല, എൻ്റെ ബർത്ത്ഡേക്ക് ദുബായിലുള്ള ബെനിഹാന എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിൽ പോയിരുന്നു. ഒരു ഹോട്ടലിൽ പോയതിന് ഇത്ര പറയാനുണ്ടോയെന്ന് തോന്നും. അങ്ങനെയല്ല, ഞങ്ങൾ ആദ്യമായിട്ട് ഒരു തെപ്പന്യാക്കി സ്റ്റൈൽ ഡൈനിങ് എക്സ്പീരിയൻസ് ചെയ്യുന്നത് അന്നാണ്. രസമുള്ള പരിപാടിയാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മുമ്പൊക്കെ. ഒരു വലിയ ഫ്ലാറ്റ് കുക്ക് ടോപ്പിൽ നമ്മുടെ മുമ്പിൽ വെച്ചിട്ടാണ് ഭക്ഷണം ഉണ്ടാക്കി തരിക. പക്ഷെ മുമ്പിൽ വെച്ച് കുക്ക് ചെയ്യുന്നതെന്ന് മാത്രമല്ല, ദിൽ പുട്ട് ഓൺ എ ഷോ ഇൻ ഫ്രണ്ട് ഓഫ് എസ്. ഒരു തിയേട്രിക്കൽ ഡൈനിങ് എക്സ്പീരിയൻസ് ആണ് തെപ്പന്യാക്കി. നന്നായിട്ട് എൻ്റർടൈൻ ചെയ്യാൻ അറിയുന്ന ഷെഫാണെങ്കിൽ കണ്ടില്ലേ, യുൽ ബീൻ ഫോർ എ വിഷ്വൽ ട്രീറ്റ്. പുള്ളിക്ക് കത്തിയൊക്കെ നന്നായിട്ട് ജഗിൾ ചെയ്യാൻ അറിയുമായിരിക്കും എന്നുള്ളൊരു വിശ്വാസത്തിൽ ചിരിച്ചുകൊണ്ട് തന്നെ മുമ്പിലിരുന്നു. പുള്ളി പണി തുടങ്ങി. സ്റ്റാർട്ടേഴ്സായിട്ട് സ്റ്റർ ഫ്രൈഡ് വെജിറ്റബിൾസ് വിത്ത് ഷ്രിംപ്പ്. സവാള വെറുതെ എണ്ണയിൽ ശൂശുവാക്കുമല്ല, അതിങ്ങനെ കിണർ പോലെ അടുക്കി വെച്ച് എണ്ണ ഒഴിച്ച് പൊങ്കാല ഇട്ടിട്ടേ തരും. എല്ലാത്തിനും ഒരു സ്റ്റൈലുണ്ട്. നമ്മളെ രജനീകാന്തിനെ പോലെ. ഈ ക്യാരറ്റും സവാളയും മാത്രമല്ല കേട്ടോ, മെയിൻ കോഴ്സ് ഉണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ വീഡിയോ എടുക്കാൻ മറന്നു. സീ ഫുഡ് പ്ലാറ്ററും മീറ്റ് പ്ലാറ്ററും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പോയത് കഴിക്കാനാണല്ലോ, അതിനിടയിൽ ഇത് മറന്നുപോയി. ഈ തെപ്പന്യാക്കി ഉണ്ടായ കഥ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ജാപ്പനീസ് സ്റ്റൈലാണ്. ഈ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം തകർന്ന് തരിപ്പണമായ ജപ്പാന് ഭക്ഷണവും പണമായിട്ടൊക്കെ എയ്ഡ് കൊടുക്കുമായിരുന്നു. ആര്? അമേരിക്ക. ബോംബിട്ട അതേ അമേരിക്ക തന്നെ. അപ്പോൾ ഈ വെസ്റ്റേൺ സ്റ്റൈലിൽ സ്റ്റേക്ക് പോലുള്ള ഭക്ഷണങ്ങളോട് ജപ്പാനിലെ ആൾക്കാർക്ക് താല്പര്യം തോന്നി തുടങ്ങി. അവർ പക്ഷേ ദേ മെയ്ഡ് ഇറ്റ് ബെറ്റർ. അവർ അവരുടേതായ രീതിയിൽ അതിനെ അഡോപ്റ്റ് ചെയ്തു. തിയേട്രിക്സ് ഒക്കെ കൊണ്ടുവന്ന് അതിനെ ഒരു എൻ്റർടൈനിങ് ഡൈനിങ് എക്സ്പീരിയൻസ് ആക്കി മാറ്റി. പ്രത്യേകിച്ച് ഈ അമേരിക്കൻ ക്ലയൻറ്റേലിനൊക്കെ പ്ലീസ് ചെയ്യാനായിട്ട് അതിനെ ഇംപ്രവൈസ് ചെയ്തുകൊണ്ടേയിരുന്നു. അതിൻ്റെ ഈ ബെനിഹാന പോലുള്ള റെസ്റ്റോറൻറ്റ്സ് അത് US-ലും ഭയങ്കര പോപ്പുലറാക്കി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആനപ്പാറയിൽ അച്ചാമയും അഞ്ഞൂറാനയും പോലെ ഇരുന്ന അമേരിക്കയും ജപ്പാനും യുദ്ധം കഴിഞ്ഞതോടുകൂടി മഞ്ഞുമ്മൽ ബോയ്സിനെ പോലെ തിക്ക് ഫ്രണ്ട്സ് ആവുന്ന കഥയാണ് പിന്നെ കണ്ടത്. എങ്കിൽ ഇവർക്ക് ഇത് ആദ്യമേ ആയിക്കൂടായിരുന്നോ എന്ന് നമുക്ക് തോന്നും. ആരാണെങ്കിലും ഒന്ന് പൊട്ടിച്ചിട്ടേ ഞാൻ ക്ഷമിക്കുമെന്ന് പണ്ടെങ്ങാണ്ടാരോണ്ട് പറഞ്ഞതുപോലെ ആയിരിക്കും. അങ്ങനെ യുദ്ധത്തിൽ തകർന്ന് തരിപ്പണമായ ജപ്പാൻ്റെ തിരിച്ചു വരവിൻ്റെയും അതിന് അവരെ ഏറ്റവും കൂടുതൽ സഹായിച്ച അവരുടെ ബദ്ധശത്രുവായിരുന്ന US-ൻ്റെയും ഫ്രണ്ട്ഷിപ്പിൻ്റെ ചരിത്രത്തിൻ്റെ ഒരു ഭാഗം കൂടെയാണ് ഈ തെപ്പന്യാക്കി. എൻ്റെ എഗ് ഫ്രൈഡ് റൈസാണ് നിന്ന് കത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു നേപ്പാളുകാരനായിരുന്നു ഞങ്ങളുടെ ഷെഫ് ശക്തി. പക്ഷെ കൊള്ളായിരുന്നു. ഹി വാസ് വെരി എൻ്റർടൈനിങ്. ഞാൻ 4 പേർക്കുള്ള ഡെസേർട്ടൊക്കെ ഒറ്റയ്ക്കിരുന്ന് വിഴുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ പാവം അപ്പുറത്ത് ഉപ്പ് വെച്ച് ഒരു ബർത്ത്ഡേ വിഷൊക്കെ എഴുതി കത്തിച്ച് ആ ഏരിയയിലുള്ള എല്ലാവരെയും അറിയിച്ചു. ഒച്ചത്തിൽ പാട്ട് പാടി കേക്കൊക്കെ കൊണ്ടുവന്നു. സംഭവം പൊളിയായിരുന്നു. നല്ലോണം എൻജോയ് ചെയ്തു. അപ്പോൾ ശരി, എല്ലാം പറഞ്ഞ പോലെ.